ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു 4 മണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മുട്ടയപ്പമാണത്. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം പച്ചരി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. നമ്മൾ അരിമാവൊക്കെ അരക്കില്ലേ, അതേപോലെ കുതിർത്ത് വയ്ക്കുക. ആ കുതിർത്ത് വെച്ചത്, പിന്നെ ഉപ്പ്, പിന്നെ സോഡാപ്പൊടി വേണം, പിന്നെ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഏതായാലും നല്ല ചെറുതായിട്ട് അരിഞ്ഞത്. അതിനുശേഷം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ വേണ്ടത് പച്ചമുളക്. നമുക്ക് വേറെ എരിവിനൊന്നും ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ കറിവേപ്പില. പിന്നെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. നമ്മൾ മുട്ട ആളനുസരിച്ച് നമുക്ക് എത്ര വേണോ മുട്ട എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഒരു ജാറിൽ ഈ അരിയൊന്ന് നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ ഈ അപ്പമാവിനൊക്കെ അരയ്ക്കും പോലത്തെ ആ കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കുക. ആ അരച്ചെടുത്ത മാവിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ മുട്ടയുണ്ടല്ലോ, എത്രയാണോ മുട്ട വേണ്ടത് ആ മുട്ട നമുക്ക് അതിലോട്ട് പൊട്ടിച്ചിടാമെന്നുള്ളതാണ്. ആൾ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ മുട്ട കൂടുതൽ യൂസ് ചെയ്യാം. മുട്ട കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മുട്ട യൂസ് ചെയ്യുന്നത് കൂടുതലാക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടണം. ഈ സവാള ഇട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകില്ലേ, ആ പച്ചമുളക് ഇടുക. നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് അരിഞ്ഞതിടുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കറിവേപ്പിലും അരിഞ്ഞത് ചേർക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതും നല്ല ചെറുതായിട്ട് തന്നെ അരിയണം. ആ ഇഞ്ചി അതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ആവശ്യമനുസരിച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മുടെ ഉപ്പ് അനുസരിച്ച് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സോഡാപ്പൊടി ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് ക്രിസ്പിനെസ് ആ പലഹാരത്തിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡാപ്പൊടി യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ ഈ മുട്ടയും സവാളയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് നേരം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മുടെ പാൻ അതിലോട്ട്, അതായത് ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒരു പാൻ അതിലോട്ട് വെച്ചിട്ട് എണ്ണ അതിലോട്ട് ചൂടാകുമ്പോൾ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ നെയ്യപ്പമൊക്കെ ചുടും പോലെയാണ് നമ്മൾ ഈ മുട്ടയപ്പം ചുടുന്നത്. നമ്മൾ ആ ബാറ്റർ ഒരു തവിയിൽ കോരി അതിലോട്ട് ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു രൂപത്തിൽ കിട്ടും. നമ്മൾ നെയ്യപ്പമൊക്കെ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഈ മുട്ടയപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് ചുട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള മുട്ടയപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ ഒരു കട്ടനും കൂടെ ആയാൽ സൂപ്പർ.